ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും ഇരിക്കണേന്ന് പോയി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് കൊറോണ വൈറസിന് നമ്മൾ ഇത്ര നാളും സംരക്ഷിച്ചതിനും ഇനി അങ്ങോട്ട് സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പേജ് 38 എടുത്തേ. നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് അബൌട്ട് ഫിൽട്രേഷൻ ഓഫ് വാട്ട്. താൻ എന്താടോ മാസ്ക് വെക്കാത്ത? താൻ തന്നെ കണ്ണാടി. താൻ എന്താടോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ? താൻ മാസ്ക് വെച്ചിട്ടില്ലെന്ന് തനിക്കൊരു ബോധമില്ലേ? എണീക്കടോ. എന്താ മാസ്ക് കൊണ്ടുവരാത്ത? എന്താ മറന്നുപോയെന്നോ? എടോ, ഈ പെൻ കൊണ്ടുവരാനും ബുക്ക് കൊണ്ടുവരാനും മറക്കുന്നത് പോലെയാണ് ഈ മാസ്ക് കൊണ്ടുവരാൻ മറക്കുന്നത്. ഈ സമൂഹത്ത് എന്താ നടക്കണേന്ന് വല്ല ബോധം ഉണ്ടോ തനിക്കൊക്കെ? ചെല്ലടോ, ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ ഒരു മാസ്ക് മേടിച്ചു വെക്ക്. ചെല്ലി. നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു വിചാരം ഉണ്ടോ ഞാൻ എന്താ മാസ്ക് വെക്കാത്തതെന്ന്? എടോ, മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ക്ലിയർ ആവില്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് മാറ്റി വെച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നിരുന്ന് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചു തന്നെ നിൽക്കും. അല്ല, നിങ്ങളെല്ലാവരും എന്ത് ഈ കൂട്ടം കൂടി നിൽക്കുന്നത്? ഡിബിനൊക്കെ എണീറ്റ് ഈ മുമ്പിലെ ബെഞ്ചൊക്കെ എന്തിനിങ്ങനെ ഒഴിപ്പിച്ചിട്ടേക്കണത്? നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ ബെഞ്ചും ഡെസ്ക് ഒക്കെ ഇവിടെ വരുത്തിച്ചേക്കുന്നത്. ബാക്കിലുള്ളവരൊക്കെ എണീറ്റ് ഫ്രണ്ടിലോട്ടോ. മാക്സിമം ഒരു ബെഞ്ചിൽ 3 പേര് ഇരുന്നാൽ മതി. എനിക്ക് ഇപ്പൊ തന്നെ എണീറ്റോ. ബുക്കും പെന്നൊക്കെ ഇട്ട് എണീറ്റോ. Chlorination and post-chlorination. The first one is plain chlorination. In this, the quantity of chlorine to be added. Sorry, താനല്ല. Second bench, middle one. What are you doing there? Both of you stand up. എന്ത് ബിസിനസ് രണ്ടുപേരും കൂടി ഡെസ്കിൻ്റെ അടി കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലെന്നോ? നമ്പർ ഒന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. നിങ്ങളുടെ അപ്പുറത്തെ ബിരുദന്മാരെ ഞാൻ പഠിപ്പിച്ചാൽ വിട്ടേക്കുന്നത്. എന്താ പരിപാടി? എന്താ രണ്ടുപേരുടെയും കൂടെ? സാനിറ്റൈസറോ? ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരോടും അവരവരുടെ സാനിറ്റൈസർ കൊണ്ടുവന്നോ എന്നുള്ളത്. ഈ ക്ലാസ്സിൽ ആർക്കൊക്കെ സാനിറ്റൈസർ ഇല്ലാത്തത്? എണീക്ക്. രേഷ്മ, എല്ലാവരുടെയും പേരെഴുതിരുത്തേ. നമ്മുടെ ഈ സ്റ്റോറിൽ മിനി സാനിറ്റൈസർ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താ നിങ്ങൾ മേടിക്കാത്ത? എന്താ നാളെ മുതൽ ഈ ക്ലാസ്സിൽ ആരെങ്കിലും സാനിറ്റൈസർ കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ ഫൈൻ അടിക്കും. രേഷ്മ എല്ലാ ദിവസവും ചെക്ക് ചെയ്തോളണം. രേഷ്മക്കാണ് അതിന്റെ ഇൻചാർജ്. എല്ലാ ദിവസവും എനിക്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് തന്നോളണം. ഞാൻ പഠിപ്പിച്ചേക്കണൊക്കെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. സൈലൻസ്. എന്ത് വേസ്റ്റ് ബാച്ചാടോ ഇത്? എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പിള്ളേരെ കണ്ടിട്ടില്ല. മാസ്ക് വെച്ചാലെങ്കിലും സംസാരം കുറയുന്നു നിർത്തിട്ട് അതിന്റെ ഇരട്ടിയ സംസാരം. സമ്മതിക്കണം നിങ്ങളെയൊക്കെ. വൈ ആർ യു ലാഫിങ്? ഐ ആം ആസ്കിങ് യു. അർജുൻ, എന്താടോ അവിടെ തമാശ ഇത്ര? ഞങ്ങളോടും കൂടി പറ, അപ്പൊ ഞങ്ങൾക്കും ചിരിക്കാലോ. താൻ ഇവിടെ വന്നിരിക്കുക, എന്നിട്ട് താൻ പഠിപ്പിക്കുക, ഞാൻ അവിടെ ഇരുന്ന് ചിരിക്കാം. എനിക്ക് നീൽ ഡൗൺ ചെയ്യോ. തൻ്റെ തമാശയൊക്കെ മാറിക്കോളൂ. എല്ലാം എടുത്തോ, പേനയും ബാഗും ഒക്കെ എടുത്തോ. ഇവിടെ വന്നിരിക്കും. ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള പിള്ളേരെ ഞാൻ എൻ്റെ ലൈഫിൽ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിന്റെ ഗുണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് 10ാം ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഈ ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അപ്പോഴും കളിയും ചിരിയും തമാശയും മാത്രമാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി. 10ാം ക്ലാസ് ആണ് നിങ്ങളുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ആർക്കും ഒരു നിർബന്ധമില്ല. അല്ല, ഈ ലക്ഷ്മി എന്ത് മാസ്ക് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്? ഇവിടെ എന്താ വല്ല ഫ്ലവർ ഷോയും നടക്കുന്നുണ്ടോ? ഉള്ളവന്റെ പൂവും കായൊക്കെ ഉണ്ടല്ലോ തന്റെ മാസ്കില്. ലക്ഷ്മി മാത്രമല്ല, കീർത്തിയും എല്ലാവരുടെ മാസ്ക് ഒക്കെ എന്താ ഇത്? ഇവിടെ വല്ല ഫാഷൻ പാരഡും നടക്കുന്നുണ്ടോ? ഈ കൃഷ്ണൻ ബീബി വെച്ചേക്കണ മാസ്ക് കണ്ടില്ലേ? ഇതേപോലെ സിമ്പിൾ ആൻഡ് ഫോർമൽ ആയിട്ടുള്ള മാസ്ക് വേണം എല്ലാവരും വെച്ചോണ്ട് വരാനായിട്ട്. ബോയ്സിനോടും കൂടി തന്നെയാ. ഈ തലയോട്ടിയും ചെകുത്താനെ ഇതൊന്നും നമ്മുടെ ക്ലാസ്സിൽ അലോബിളല്ല. ഇതൊന്നും പറ്റുന്നില്ല ഇവിടെ. മര്യാദക്കുള്ള മാസ്ക്. ഇവിടെ പഠിക്കാനാ തന്നെ, വേറെ ഒരു കാര്യം ഇവിടെ നടക്കൂല. ഞാൻ സമ്മതിക്കൂല എൻ്റെ ക്ലാസ്സിൽ. എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ എപ്പോഴും ഈ കൃഷ്ണൻ ബീപ്പിനെ പോലെ ആയിരിക്കണം. പക്ഷെ മാസ്കും പൊട്ടിപ്പോയല്ലോ. രേഷ്മ, ആ സ്റ്റാഫ് റൂമിൽ ചെന്നൊരു മാസ്ക് എടുത്തോണ്ട് വന്നേടോ. രേണുക മാമിനോട് ചോദിച്ചാൽ മതി കേട്ടോ. മാസ്ക് പ്രോപ്പറായിട്ട് വെക്കടോ. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഈ തുമ്മലും ചുമ ഉണ്ടെങ്കിൽ ക്ലാസ്സിലോട്ട് വരരുതെന്ന്. താൻ ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്തേ. ഇപ്പൊ തന്നെ ചെല്ല്. എല്ലാവരും സാനിറ്റൈസർ എടുത്തൊന്ന് സാനിറ്റൈസ് ചെയ്തേ.
പിള്ളേരെ കൊണ്ട് ഒരു ബോധവും ഇല്ലാത്ത പിള്ളേരാണല്ലോ ഈശ്വര. മനുഷ്യൻ്റെ ഉള്ള സമാധാനം പോയി. ഞാനേ ഇപ്പൊ വരാട്ടോ, നിങ്ങൾ അവിടെ ഒന്ന് പഠിക്കുക, ശബ്ദം ഉണ്ടാക്കരുതേ.